നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാന്റെ ഒരൊറ്റ വെല്ലുവിളി. ഇരുട്ടി വെളുക്കും മുന്നേ IRGCയുടെ തലപ്പൊക്കത്തിൽ കയറി അടിച്ച് ഇസ്രയേൽ പട. രക്തദാഹികളായ സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ, ജൂതന്മാർക്കെതിരെ അണ്വായുധം പ്രയോഗിക്കും. ഇറാനിലെ തീവ്ര നിലപാടുകാർ ഈ വെല്ലുവിളി മുഴക്കി മണിക്കൂറുകൾക്കകം ഇറാൻ സേനയുടെ കൊണ്ടാബിൽ കയറി അടിച്ചിരിക്കുകയാണ് ജൂതപ്പട. അതിമാരക ബോംബുകളാണ് മധ്യ ഇറാനിലെ കൊണ്ടാബ് യുറേനിയം സംസ്കരണ പ്ലാന്റിൽ ഇസ്രയേൽ വർഷിച്ചത്. ആണവ വികിരണമില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയെങ്കിലും അത് സംഭവിച്ചുവെന്ന് ഇസ്രയേൽ തുറന്നടിച്ചു. ഉപഗ്രഹ ചിത്രങ്ങളിൽ ഇപ്പോൾ വ്യക്തമാകുന്നത് IRGC ഈ മേഖല കെട്ടി അടച്ചിരിക്കുന്നതായിട്ടാണ്. ഇവിടെ തീയും പുകയും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടാബിൽ കൈവച്ചതിന് തിരിച്ചടിയായി US-ന്റെയും ഇസ്രയേലിന്റെയും വ്യാവസായിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാന്റെ ഭീഷണി. ഊർജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ലെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉറപ്പ് ലംഘിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഇറാനിൽ തീ തുപ്പിയത്. അമേരിക്ക അങ്ങോട്ട് മാറി നിൽക്ക്, ഇത് ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന നിലപാടിലാണ് ഇസ്രയേൽ ഇപ്പോൾ. ഇതുവരെ ഇറാനിൽ നിന്ന് അണ്വായുധം പ്രയോഗിക്കുമെന്ന ഒരു ഭീഷണി വന്നിട്ടില്ല. അങ്ങനെ ഒരു ഭീഷണി പോലും ഇറാനിൽ നിന്ന് വന്നാൽ ഇതായിരിക്കും മറുപടി എന്നാണ് ഇസ്രയേൽ ഈ ആക്രമണത്തിലൂടെ വ്യക്തമാക്കി കൊടുത്തത്. അണ്വായുധം ഉണ്ടാക്കണമെന്ന് മനസ്സിൽ കണ്ടാൽ പോലും ഇറാനെ ചാരമാക്കുമെന്ന്. ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രമായ അരാക്ക് ഉൾപ്പെടെയുള്ള 2 ആണവ നിലയങ്ങൾക്കും 2 വൻകിട സ്റ്റീൽ പ്ലാന്റുകൾക്കും നേരെയായിരുന്നു ആക്രമണം നടന്നത്. കൊണ്ടാബ് പ്ലാന്റിൽ ആണവ വികിരണം ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇറാന്റെ ഊർജ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് ഏപ്രിൽ 6 വരെ നീട്ടിവെക്കുമെന്ന് ട്രംപ് ഉറപ്പ് നൽകിയിരുന്നു. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴായിരുന്നു ഇസ്രയേൽ ഈ ആക്രമണം നടത്തിയത്. ഇത് ലോകരാജ്യങ്ങളെ വലിയ ആശങ്കയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. സൗദിയിലെ അമേരിക്കൻ കേന്ദ്രമായ പ്രിൻസ് സുൽത്താൻ എയർബേസും ടാങ്കർ വിമാനങ്ങളും ഇറാൻ ആക്രമിച്ചു. ഇസ്രയേലിന്റെ ഈ നീക്കം മേഖലയിൽ പൂർണ്ണ യുദ്ധത്തിന് വഴി തുറക്കുമോ എന്ന ഭീതിയിലാണ് ലോകമിപ്പോൾ. ഇസ്രയേൽ അമേരിക്കൻ സൈനിക നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാന്റെ ആണവ നയത്തിൽ മാറ്റം വരുത്തണമെന്നാണ് ഇറാനിലെ തീവ്ര നിലപാടുകാർ വാദിക്കുന്നത്. ആണവായുധ വ്യാപന നിരോധന കരാറിൽ നിന്ന് ഇറാൻ പിന്മാറണമെന്നും സ്വന്തം സുരക്ഷയ്ക്കായി ആയുധം നിർമ്മിക്കണമെന്നുമാണ് തീവ്രപക്ഷക്കാരുടെ ആവശ്യം. അമേരിക്കയ്ക്കും ഇസ്രയേലിനും ശക്തമായ മറുപടി കൊടുക്കാൻ ഒന്നുകിൽ ആണവായുധം നിർമ്മിക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് കൈവശപ്പെടുത്തുക മാത്രമാണ് പോംവഴിയെന്ന് IRGCയിൽ ഈ ഒരു അഭിപ്രായമാണ് ശക്തമായി ഉയർന്നത്. എങ്ങനെയും ഞങ്ങൾ അണ്വായുധം ഉണ്ടാക്കുമെന്ന ഇറാന്റെ വെല്ലുവിളിക്ക് ഇനി തുടരെ അടിമേടിച്ചു കൂട്ടും ഇറാൻ. അതിതീവ്ര നിലപാടുകാരുടെ കൈകളിലേക്ക് ഭരണം എത്തിയിരിക്കുന്നു. ഇസ്രയേൽ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട സമയമാണ് സംജാതമായിരിക്കുന്നത്. ഇറാനെ ഇനി അടിക്കാൻ അമേരിക്കയുടെ അനുവാദവും നോക്കി നിൽക്കില്ല ഞങ്ങൾ എന്ന് ഇസ്രയേലും വ്യക്തമാക്കുന്നു. ഒന്നുകിൽ അടിച്ചു തീർക്കുക, അല്ലെങ്കിൽ ഇറാൻ ഇനി തല പൊക്കാത്ത വിധം നട്ടല്ലൊടിച്ചിടുക എന്ന ഒറ്റ തീരുമാനത്തിലേക്ക് ഇസ്രയേലും എത്തിയിരിക്കുന്നു. അറാഖിലെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തി. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ ഇനിയും വർദ്ധിപ്പിക്കുമെന്നും കൂടുതൽ മേഖലകളിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കുമെന്നും ഇസ്രയേൽ കാറ്റ്സ് മറുപടി കൊടുത്തു. സിവിലിയൻ മേഖലകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന മിസൈൽ ആക്രമണങ്ങൾക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നും ഇസ്രയേൽ കാറ്റ്സ് കൂട്ടിച്ചേർത്തു. ഇറാൻ ഇതിനോടകം തന്നെ ഇസ്രയേലിന് നേരെ തിരിച്ചടിയും തുടങ്ങിയിട്ടുണ്ട്. ഇസ്രയേലിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈലുകൾ വിക്ഷേപിച്ചു. എന്നാൽ ഇവയിൽ ഭൂരിഭാഗവും പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു. മേഖലയിൽ സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുന്നതായാണ് സൂചനകൾ. ഇറാൻ ആണവ രാഷ്ട്രമാകില്ല, അതിനനുവദിക്കില്ല എന്ന് അമേരിക്ക ഉറപ്പുകൊടുത്തിട്ടും ഇസ്രയേൽ അത് വിശ്വാസത്തിലെടുക്കാൻ തയ്യാറല്ല. സ്വന്തം നിലയ്ക്ക് കയറി അടിച്ച് ഇറാനെ മുച്ചൂടും ചാരമാക്കുകയാണ്. മൊജ്തബയുടെ നേതൃത്വത്തിൽ ഇറാൻ ആണവ ശക്തിയാകാൻ ശ്രമിക്കുകയാണെന്ന് ഇസ്രയേൽ സംശയിക്കുന്നു. ഇതുവരെ മൊജ്തബ കൊല്ലപ്പെട്ടിട്ടില്ല. അയാൾ സുരക്ഷിതനായി ഒളിയിടത്തിലാണ്. ജൂതവെറി പിടിച്ചവനാണ് മൊജ്തബ. ജൂതന്റെ രക്തം വീഴ്ത്തുന്നതും കയ്യിൽ കിട്ടിയാൽ മൃഗീയമായി കൊലപ്പെടുത്തുന്നതും മൊജ്തബയ്ക്ക് ഒരു ഹരമാണ്. ഉറപ്പായും മൊജ്തബ അണ്വായുധം നിർമ്മിക്കാൻ മുൻകൈ എടുക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അമേരിക്ക തടഞ്ഞിട്ടും ആണവ പ്ലാന്റുകളിൽ ഇസ്രയേൽ കയറി അടിക്കുന്നത്.
ഇസ്രയേൽ അമേരിക്കൻ ആക്രമണത്തിൽ പിതാവ് അലി ഖമനേയിയെ കൂടാതെ മുജ്തബയുടെ അമ്മയും ഭാര്യയും സഹോദരിമാരിൽ ഒരാളും അവരുടെ മകനും സഹോദരി ഭർത്താവും കൊല്ലപ്പെട്ടിരുന്നു. എല്ലാ തരത്തിലും ഒരു തീവ്ര നിലപാടുകാരനായാണ് മുജ്തബ അറിയപ്പെടുന്നത്. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിലും മുജ്തബ തന്റെ തീവ്ര നിലപാടുകളാണോ ഉയർത്തിപ്പിടിക്കുക? ആയത്തുള്ള അലി ഖമനേയിയുമായി ചുറ്റപ്പെട്ട പണ്ഡിത സഭകളിലും അക്കാദമിക മേഖലകളിലും മാത്രമല്ല, ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിലും ഉയർന്ന സ്വാധീനമുള്ളയാളാണ് മുജ്തബ. വിവിധ അനലിസ്റ്റുകൾ പറയുന്നത് മുജ്തബ ഒരു ദീർഘകാല യുദ്ധത്തിനായിരിക്കും പരിഗണന നൽകുക എന്നാണ്. ഇതിനായി വിവിധ അയൽ രാജ്യങ്ങളിലടക്കം പ്രോക്സി ഗ്രൂപ്പുകളെ വളർത്തിയെടുക്കാൻ ഇനി മുജ്തബ ശ്രദ്ധ നൽകും. അതായത് ഇപ്പോൾ ഇസ്രയേൽ അടിച്ച് താറുമാറാക്കിയിട്ടിരിക്കുന്ന ട്രിപ്പിൾ ഹമാസ്, ഹൂതി, ഹിസ്ബുള്ള സംഘങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും. സിറിയയിലെയും ഇറാഖിലെയും മിലീഷ്യകളെ ശക്തമാക്കും. ആ ഒരു നീക്കത്തിലേക്ക് മുജ്തബ കടക്കും. മുജ്തബയുടെ മുൻകാല പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉറപ്പിക്കാവുന്ന ഒരു കാര്യം പ്രോക്സി ഗ്രൂപ്പുകളെ അയാൾ ശക്തിപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ്. ഇറാനിൽ US-ന്റെ ഫണ്ടിങ്ങോടെ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന വിവിധ സമരങ്ങളെ അടിച്ചമർത്തുന്നതിൽ ഇറാനിയൻ റവല്യൂഷണറി ഫോഴ്സിനെ സഹായിച്ചുകൊണ്ടിരുന്നയാളുകൂടിയാണ് മുജ്തബ. അതായത് അധികാരമില്ലാത്തപ്പോൾ പോലും ആത്മീയ ആചാര്യ പദവിയിലേക്ക് മുജ്തബ എത്തിയെന്നറിഞ്ഞപ്പോൾ രാജ്യത്തുയർന്ന ഏറ്റവും വലിയ പ്രതിഷേധം അയാളെ മാറ്റണമെന്നുള്ളതായിരുന്നു. കടുത്ത യാഥാസ്ഥിതികനായ മുജ്തബ സ്ത്രീകളുടെ അവകാശങ്ങളോടും പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപക്കാരനാണ്. അതായത് അയാൾ ഒരു റിബലാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് അയാൾ ഒരു ക്രൂരനുമാണ്. മുജ്തബയുടെ നേതൃത്വത്തിന് കീഴിൽ ഇറാൻ ആണവ ശക്തിയായി മാറുമെന്ന് കരുതുന്ന US വിശകലന വിദഗ്ധരും ഏറെയാണ്. ആയത്തുള്ള അലി ഖമനേയി ആണവായുധം നിർമ്മിക്കുന്നതിന് അത്ര കണ്ട് പ്രോത്സാഹനം കൊടുത്തിരുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. അതിനെതിരെ ശക്തമായ ഫത്വകളെ ഖമനേയി സജീവമായി നിലനിർത്തിയിരുന്നു. സർവനശീകരണമായ ഒരു ആയുധവും ഇസ്ലാമിൽ അനുവദനീയമല്ല എന്നതായിരുന്നു ആയത്തുള്ള അലി ഖമനേയിയുടെ ഫത്വ. മുജ്തബ ഈ ഫത്വ എടുത്തു കളയാനുള്ള വഴികൾ തേടുകയാണ്. അതിന്റെ ഭാഗമായാണ് IRGCയിലെ തീവ്ര നിലപാടുകാരെ ഇറക്കി അണ്വായുധം നിർമ്മിക്കണമെന്ന മുറവിളി ഉയർത്തുന്നത്. നിലവിൽ ഇറാനുമായി US-ഉം ഇസ്രയേലും നടത്തുന്ന യുദ്ധത്തെ അസിമെട്രിക്കൽ വാർഫെയർ എന്ന് പല വിശകലനങ്ങളും വിശേഷിപ്പിക്കുന്നുണ്ട്. മുജ്തബയുടെ കീഴിൽ ഇറാൻ ഈ നയം ശക്തമാക്കും. US-ഉം ഇസ്രയേലും അതിശക്തമായതും ചെലവേറിയതുമായ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തുന്നത്. ഓരോ മിസൈൽ ഇറാനെതിരെ തൊടുക്കുമ്പോഴും അവർക്ക് ചെലവ് ദശകോടിക്കണക്കിന് ഡോളറാണ്. എന്നാൽ ഇറാൻ ആകട്ടെ 10-30 ലക്ഷം ഡോളറിന്റെ ഡ്രോണുകൾ ഉപയോഗിച്ച് തിരിച്ചാക്രമിക്കുന്നു. നാശനഷ്ടം ഉണ്ടാക്കാൻ ഡ്രോണുകൾക്ക് നല്ല കഴിവുമുണ്ട്. മുജ്തബ ഈ യുദ്ധരീതിയിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പർവ്വതങ്ങൾ, മലമടക്കുകൾ, ഭൂമിക്കടിയിലൊക്കെയായിട്ടാണ് ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളുള്ളത്. ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ച് നിഗൂഢത തുടരുകയാണെന്ന് പരസ്യ പ്രഖ്യാപനവുമായി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി രംഗത്ത്. ഇറാനിലെ ഇസ്ഫഹാനിലെ തകർക്കപ്പെട്ട ഭൂഗർഭ ആണവ കേന്ദ്രം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്ന് IAEA ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി അറിയിച്ചു. കഴിഞ്ഞ ജൂണിൽ ഇസ്രയേലും അമേരിക്കയും ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളിൽ ഈ കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം എന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത്. 2025 ജൂണിൽ ഈ കേന്ദ്രം സന്ദർശിക്കാൻ IAEA ഉദ്യോഗസ്ഥർ തീരുമാനമെടുത്തുവെങ്കിലും ഇറാനുമായുള്ള സംഘർഷം തുടർന്ന സാഹചര്യത്തിൽ സന്ദർശനം അവസാന നിമിഷം റദ്ദാക്കുകയായിരുന്നു. ഇറാന്റെ പക്കലുള്ള 60% ശുദ്ധീകരിച്ച യുറേനിയത്തിന്റെ പകുതിയോളം ഇസ്ഫഹാനിലെ ഈ ടണൽ കോംപ്ലക്സിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് അമേരിക്കയുടെ സംശയം. മുൻപുണ്ടായ ആക്രമണങ്ങളിൽ ഈ ടണൽ കോംപ്ലക്സിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ഈ ടണൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 200 കിലോഗ്രാമിലധികം വരുന്ന യുറേനിയം ശേഖരം ആയുധ നിർമ്മാണത്തിന് ഉപയോഗിക്കപ്പെടുത്താനാകും എന്നാണ് റാഫേൽ ഗ്രോസി മുന്നറിയിപ്പ് നൽകുന്നത്. നിലവിൽ ഏകദേശം 440.9 കിലോഗ്രാം 60% ശുദ്ധീകരിച്ച യുറേനിയം ഇറാൻ കൈവശം വെച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ ശുദ്ധീകരിക്കാനുള്ള സാഹചര്യമുണ്ടായാൽ 10ഓളം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ സ്ഫോടക വസ്തുക്കൾ ലഭിക്കുമെന്ന് IAEA കണക്കുകൂട്ടുന്നു. അമേരിക്ക ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് ശേഷം തങ്ങളുടെ കൈവശമുള്ള യുറേനിയം ശേഖരത്തെക്കുറിച്ചോ പദ്ധതികളെക്കുറിച്ചോ യാതൊരു വിവരവും ഇറാൻ പുറത്തുവിട്ടിട്ടില്ല എന്നത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾ അണ്വായുധം പ്രയോഗിക്കും എന്നുള്ള ഇറാന്റെ ഭീഷണി കൂടി പുറത്തേക്ക് വന്നത്.
അപ്പോൾ അവർ അണ്വായുധം നിർമ്മിക്കാൻ ഏകദേശം അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ഇസ്രയേലിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ ആണവ പ്ലാന്റുകൾക്ക് നേരെ അതിമാരകമായ ആക്രമണം ഇസ്രയേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ ഇറാൻ യുദ്ധം എങ്ങും എത്താതെ തുടരുന്നതിനിടെ അമേരിക്ക അന്തിമ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്ത്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത സ്തംഭനം അനിശ്ചിതമായി തുടരുകയും സമാധാന ചർച്ച ഫലം കാണാതിരിക്കുകയും ചെയ്താൽ അന്തിമ യുദ്ധമല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് യുഎസിന്റെ നിലപാട്. ഇതിനായി ട്രംപ് ഭരണകൂടം 4 സാധ്യതകൾ പരിശോധിച്ചു വരികയാണെന്ന് പെന്റഗൺ വൃത്തങ്ങളെ ഉദ്ധരിച്ച് യുഎസ് മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. കരയുദ്ധം, വൻതോതിലുള്ള വ്യോമാക്രമണം എന്നിവയാണ് അമേരിക്ക പരിഗണിക്കുന്നത്. ഇവ ഒന്നിച്ചോ വെവ്വേറെയോ നടത്താനാണ് ആലോചന. ഭാവി ചർച്ചകളിൽ ഇറാന് മേൽ സമ്മർദ്ദം കൂട്ടുക, യുദ്ധം ഏകപക്ഷീയമായി അവസാനിപ്പിക്കാൻ ട്രംപിന് അവസരം നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് അമേരിക്ക അന്തിമ യുദ്ധത്തിനൊരുങ്ങുന്നത് എന്നുള്ള റിപ്പോർട്ടും വ്യക്തമാണ്. അന്തിമ യുദ്ധത്തിനായി 4 പ്രധാന മാർഗങ്ങളാണ് അമേരിക്ക പരിഗണിക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 1. കാർഗ് ദ്വീപ് പിടിച്ചെടുക്കുക. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമായ കാർഗ് ദ്വീപ് പിടിച്ചെടുക്കുകയോ ഉപരോധിക്കുകയോ ചെയ്യുക. ഇതുവഴി ഇറാന്റെ സാമ്പത്തിക സ്രോതസ് അടയ്ക്കാനും കഴിയും എന്നാണ് യുഎസിന്റെ കണക്കുകൂട്ടൽ. 2. ലാറക് ദ്വീപ് പിടിച്ചെടുക്കുക. ഹോർമുസ് കടലിടുക്കിലാണ് ലാറക് ദ്വീപ് ഉള്ളത്. ഇവിടെയാണ് ഇറാന്റെ റഡാറുകളും സൈനിക താവളങ്ങളും. കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളെ നിരീക്ഷിക്കാനും സിവിലിയൻ കപ്പലുകളെ ആക്രമിക്കാൻ ചെറിയ ബോട്ടുകൾ വിന്യസിക്കാനും ഈ ദ്വീപാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് നിയന്ത്രണത്തിലാക്കാൻ ഈ ആക്രമണം വഴി സാധിക്കുമെന്നാണ് അമേരിക്ക കണക്കുകൂട്ടുന്നത്. 3. അബു മൂസ ദ്വീപ് കീഴടക്കുക. ഈ ദ്വീപ് ഉപയോഗിച്ചാണ് പേർഷ്യൻ ഗൾഫിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കപ്പലുകൾ ഇറാൻ നിയന്ത്രിക്കുന്നത്. അബു മൂസയും അടുത്തുള്ള ഗ്രേറ്റർ ലെസർ ടുബ് ദ്വീപുകൾ ഇറാന്റെ കൈവശമാണെങ്കിലും UAE ഈ ദ്വീപുകൾക്ക് മേൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. 4. എണ്ണക്കപ്പലുകൾ പിടിച്ചെടുക്കുക. യുദ്ധം നടക്കുമ്പോഴും ഇറാൻ എണ്ണക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകുന്നുണ്ട്. ഈ കപ്പലുകൾ തടയുകയോ അവയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയോ ചെയ്താൽ ഇറാനെ സാമ്പത്തികമായി പൂട്ടാമെന്നാണ് യുഎസിന്റെ കണക്കുകൂട്ടൽ. ഇതോടൊപ്പം മറ്റൊരു പദ്ധതി കൂടി അമേരിക്കയുടെ ചർച്ചയിലുണ്ട്. ഇറാന്റെ പക്കലുള്ള 450 കിലോ സമ്പുഷ്ട യുറേനിയം പിടിച്ചെടുക്കുക. ഇസ്രയേൽ ആക്രമണങ്ങളിൽ തകർക്കപ്പെട്ട ആണവ നിലയങ്ങൾക്ക് താഴെയാണ് ഈ യുറേനിയം എന്നാണ് കരുതുന്നത്. ഇവിടെ വ്യോമാക്രമണം ശക്തമാക്കുക, കര സൈന്യത്തെ ഇറക്കുക എന്നീ മാർഗങ്ങളാണ് നിലവിൽ പരിഗണിക്കുന്നതെന്നാണ് ആക്സിയോസ് റിപ്പോർട്ടിൽ പറയുന്നത്. എങ്കിലും സാധ്യതകളിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ഈ മാർഗങ്ങളിൽ എങ്ങനെ വേണമെന്നുള്ള അന്തിമ തീരുമാനം പ്രസിഡന്റാണ് എടുക്കേണ്ടത്. ട്രംപ് ഇക്കാര്യങ്ങളിൽ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ കരയുദ്ധം അത്ര എളുപ്പമല്ല എന്നുള്ള ഒരു തീരുമാനം അമേരിക്കയ്ക്കുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.